ഇത് ഞാനാ വല്യമ്മച്ചി. അയ്യോ, ഇത് നമ്മുടെ ദേവസിക്കുട്ടിയല്ലോ. നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്നാ വല്യമ്മച്ചി അങ്ങനെ ഒരു ചോദ്യം? ഓ, ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും. അവൻ ഏതാ വല്യമ്മച്ചി ആ കിഴങ്ങൻ? നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ. അല്ല, അവനെ ജീപ്പിന് മുമ്പിൽ കിടന്നൊരു ഡാൻസ് കളി. ആരാവൻ? മേളില് താമസിക്കുക. വാടകയ്ക്കോ? ആ, എന്ന് വേണമെങ്കിൽ പറയാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളങ്ങ് വലിയ പെണ്ണായി പോയല്ലോ വല്യമ്മച്ചി. സാറാമ്മ ചേർത്തിക്കൊക്കെ സുഖമല്ലേ ദേവസുട്ടിച്ചായ? ആ, അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പഴേ വല്യമ്മച്ചി, ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഇരുട്ടാകാതെ ഇങ്ങനെ കാട്ടി കയറുന്ന സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടാക്കി തന്നാ കൊള്ളാം. അപ്പഴേ ആശാനെ, ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽപ്പെട്ട് തവിട് പൊടിയായനെ. അത് പറയാനൊക്കെയല്ല, എന്റെ മേത്തിന് ചിന്തെങ്കിൽ ചിലപ്പോ ജീപ്പ് തവിട് പൊടിയായനെ. നെകളിപ്പിച്ചിരി കൂടുതലുള്ളവനാന്നാ തോന്നുന്നത്. ഏയ്, അതൊന്നുമില്ല. പിന്നെ നിനക്ക് തിന്നാൻ എന്നാ വേണ്ടേ? ഓ, ഉള്ളത് എന്നാന്ന് വെച്ചാ അത്. ആനിയെ, നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ കുറച്ച് വെള്ളം 3-4 ഗ്ലാസ് ഇങ്ങട്. എടാ പാപ്പച്ചാ, നീ അടിച്ച് ഫിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടു പോരുവേ. ഞാൻ അങ്ങനെയൊന്നും വിഴത്തില്ല കേട്ടോ. ദേ പോണു ബക്കറ്റും പിടിച്ച്. കൊണ്ട് വെടിവെച്ചാ മനുഷ്യന്മാര് ചാവോ ദേവസുട്ടിച്ചായ? എന്നാ നിനക്ക് വല്ലവരെയും കൊല്ലണോ? കൊല്ലണോന്ന് ചോദിച്ചാ കൊല്ലണോന്നുണ്ട്. ഈ തോക്ക് എനിക്ക് തന്നേക്കോ? നീ എടുത്തോ. നീ ഇവിടെ നിൽക്കുകയായിരുന്നല്ലേ? എന്നതാ ചായ, കഴിക്കാൻ വല്ലതും വേണോ? വേണോന്ന് ചോദിച്ചാ നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അപ്പച്ചനും എന്റെ അപ്പച്ചനും വലിയ കൂട്ടായിരുന്നേ. അവര് തമ്മിൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ കാര്യ? നീ എനിക്കുള്ളതാണെന്നുള്ള കാര്യം. ഇഷ്ടമല്ലേ നിനക്കെന്നെ? ഇഷ്ടമല്ലേ? മാറിച്ചായ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ജോലി ചെയ്തോ. നീ ഇത് പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നതായാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. എന്നതാ പ്രശ്നം? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മോശമല്ലേ ആശാനെ? അങ്ങനെ പോയാലോ?
അവന്മാരെ തൂക്കിയെടുത്തുണ്ട്. വേഗം സ്ഥലം വിട്. ഇനി ഈ ഏരിയയെ കണ്ടുപോരുത്. തോക്കി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോളാം. കോഴിമുട്ട കൊണ്ട് ഒരു 3-4 കോഴിമുട്ട എടുത്തു പാടി. അല്ലെങ്കിൽ വേണ്ട. എടി പെണ്ണേ, ഈ പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും. മനസ്സിലായോ? എങ്കിൽ വെക്കടാ വെടിയെന്ന് പണ്ട് ചാണ്ടിച്ചായ തോക്കിന്റെ നേരെ വലിച്ചു. നിന്ന നിപ്പിൽ ചാണ്ടിച്ചായ മേപ്പോട്ട് ഒറ്റ ചാട്ടമാ. ഒരു 10 അടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട്. ഉണ്ട കൊണ്ട തൂണേല് ദേവതിക്കുട്ടിയും തോക്കും തറയില്. ചാണ്ടിച്ചായൻ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ. വാളുണ്ടായിരുന്നു, അവന്മാര് വെട്ടി. ചാണ്ടിച്ചൻ ഇടം കൈ കൊണ്ട് വാള് കയറി അങ്ങ് പിടിച്ചു. ഉള്ളം കൈ കയറി. പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു അട്ടി മുഴുക്കെ. ആ ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറിവെറ്റെന്ന് കേട്ടു. അയ്യോ, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്കാപ്പി കുടിക്കും പോലെ ഉള്ളൂ. കൂടരഞ്ഞി അമ്പ് പെരുന്നാളെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്. പോരെ സാറ്, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി TP ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയും കോരെ സാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരം ആ കൂടരഞ്ഞി പള്ളിയിൽ അമ്പേരുന്നാൾ വരുന്നത്. ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്താ ഈ അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വല്യപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തും കോരസാറ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാ സംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ, വാരിക്കുന്തം, വടിവാള്. എന്നാ ചെയ്യും? ചാണ്ടിച്ചെയ്യ മാത്രമുണ്ട് കോരസാറിന്റെ കൂടെ. എടാ ചാണ്ടിയെ, അവന്മാരനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോരസാറ്. അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകയില്ലാന്ന് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്നവർ ആർക്കും ഒരു പിടിയില്ല. പൂഴിമടല് മേലോട്ട് പറക്കുന്നു കണ്ടു, അത്രമാത്രം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ താഴെ കിടക്കുവാ. എന്നതാ? ചാണ്ടിച്ചായൻ മണ്ണാൻ കട്ട. അപ്പൊ കോരസാറായിരിക്കും. അയ്യടാ, ഈ 40 പേരെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാരിക്കുന്നതും സൈക്കിളും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്. അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോരസാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിരി പിള്ളേരെ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി. അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് ഒരു അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ. ഇച്ചായ ഞങ്ങൾ ഇറങ്ങുവാ. ആരാത്? ആ, നീയായിരുന്നു. ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ? ഓയിന്റ്മെന്റ് പറ്റിയ വേഗം മുറിവ് ഉണങ്ങും. എന്തോ? വല്യമ്മച്ചിയുടെ കാലിലെ മുള്ളുകൊണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുടിച്ചെന്നതാ. അതിന് കയ്യിലെ മുറിവ് ഉണങ്ങാൻ. ഓ, അതാണോ? വേണമെന്നില്ല. വല്യമ്മച്ചിയുടെ കാലം ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താൽ മതി. കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്ന് ഏക്കല കുഞ്ഞെ. ആടിന്റെ മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവങ്ങ് കരിഞ്ഞു. അല്ല, നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്. ഞാൻ കസർത്തിറക്കണ മറ്റേ കയറൂടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വെക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കള പണി വല്ലതും ഉണ്ടെന്ന് നോക്കും. ചളി മരുന്ന് കൊണ്ടുനടന്നു.